BrethrenNews.com presents ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷ കേൾക്കുവാനും കാണുവാനുമുള്ള സംവിധാനം ഈ കൺവെൻഷനിൽ ഒരുക്കിയിട്ടുണ്ട്. വേർപെട്ട ദൈവജനത്തിന് അതൊരു ആശ്വാസത്തിനും അനുഗ്രഹത്തിനും തങ്ങളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുമുള്ള മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. പാട്ടുപുസ്തകത്തിലെ 43-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ശബ്ദം ഉയർത്തി ദൈവത്തെ പാടി സ്തുതിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ട് തന്നിട്ടുണ്ട്. സ്വന്തം നാട് നമുക്ക് വേണ്ടി പോകുവാനായിട്ടുണ്ട്. സ്വന്തം വീട് പാർക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി നിത്യമായ ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രത്യാശയുടെ ഗാനം നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. 43-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് കരങ്ങളടിച്ച് പാടി ദൈവത്തെ മുഖത്തപ്പെടുത്താം. എനിക്കുണ്ടൊരു പുത്തൻ പാട്ട് പാടാൻ. Good.
നാളെ നടക്കുവാനുള്ള ശുശ്രൂഷകളെക്കുറിച്ചും വളരെ അത്യാവശ്യം ചില അറിയിപ്പുകളും അറിയിക്കേണ്ടിയിരിക്കുന്നു. നാളെ രാവിലെ 7:30 മുതൽ 4 സ്ഥലങ്ങളിലായി 2 ടീമുകളിലായി പരസ്യ ശുശ്രൂഷ നടക്കുകയാണ്. പുതുശ്ശേരി, മുക്കൂർ, കിഴക്കൻമുത്തൂർ, കുന്നന്താനം എന്നീ സ്ഥലങ്ങളിൽ 2 ടീമുകളായി നടക്കുന്ന പരസ്യ യോഗ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സൗരസൗരന്മാർ പ്രയോജനപ്പെടുത്തുകയും ആ ശുശ്രൂഷയിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. കർത്തൃദാസന്മാരായ MM സക്രിയ, സൗമ്യൽ ബി തോമസ് എന്നിവർ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നു. വൈകിട്ടത്തെ യോഗം 6 മണിക്ക് ഗാനശുശ്രൂഷയോടുകൂടെ ആരംഭിക്കുന്നതാണ്. സഹോദരന്മാരായ ജോൺ ബി തോമസ്, ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നീ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. കൺവെൻഷനിൽ ഇവിടെ നടത്തിവരുന്ന പ്രസംഗങ്ങൾ radio.manna.com തത്സമയം കേൾക്കാവുന്നതാണ്. മാത്രമല്ല ബ്രദറൻ ന്യൂസ് എന്ന വെബ്സൈറ്റിലൂടെയും അത് പ്രക്ഷേപണം ചെയ്യുന്നത് അത് കാണുകയും ആ നിലയിൽ അപ്പോൾ തന്നെ കേൾക്കുകയും ചെയ്യുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അന്യ സ്ഥലങ്ങളിൽ വിദേശങ്ങളിലൊക്കെ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ പ്രത്യേക സൗകര്യം ഉപയോഗിക്കുവാനായിട്ട് ആ നിലയിൽ പ്രിയപ്പെട്ടവർ പ്രേരിപ്പിക്കുമല്ലോ. എല്ലാ രാത്രി യോഗങ്ങളിലും നടക്കുന്ന പ്രസംഗങ്ങൾ MP3 CD-യിൽ റെക്കോർഡ് ചെയ്ത് കൺവെൻഷൻ്റെ അവസാന ദിവസം ഞായറാഴ്ച വിതരണം ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരത് പ്രയോജനപ്പെടുത്തണം. ചേരും പ്രിയനരികിൽ എന്ന പേരിൽ പഴയതും പുതിയതുമായ ഒരു CD കൗണ്ടർ ലഭ്യമാണ്. ഇതിൽ നിന്നും കിട്ടുന്നതായ സാമ്പത്തികമായ വരുമാനം ഈ കൺവെൻഷൻ്റെ ആവശ്യത്തിലേക്ക് വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് പ്രിയപ്പെട്ടവർ പ്രയോജനപ്പെടുത്തണം. മാത്രമല്ല ആത്മീയ ഗീതങ്ങളിലെ ആദ്യത്തെ 501 പാട്ടുകൾ DVD-യിൽ റെക്കോർഡ് ചെയ്ത് കൗണ്ടറിൽ ലഭിക്കുന്നതാണ്. ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരു കാസറ്റ് ഇതിനു മുമ്പ് ഇറങ്ങിയതായിട്ട് അറിവില്ല. വളരെ വളരെ ഭംഗിയായും വളരെ അതിൻ്റെ എല്ലാ നിലയിലുമുള്ളതായിരിക്കുന്ന നമുക്കൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ കാസറ്റുകൾ ധാരാളം വാങ്ങുന്നവരും ഉപയോഗിക്കുന്നവരുമാണെങ്കിലും ഇത്രമാത്രം ഒരുമിച്ച് അതിൻ്റെ നമ്മുടെ പാഠപുസ്തകത്തിലെ നമ്പർ മുറയ്ക്ക് അതിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിനൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ മധ്യത്തിൽ ക്യാൻസർ മുതലായ മാരകമായിരിക്കുന്ന രോഗത്തിൻ്റെ ചികിത്സയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചികിത്സയ്ക്കുള്ളതായിരിക്കുന്ന ഒരു സഹായത്തിനും അവരുടെ ആശ്വാസത്തിനുമാണ് ഇതിൽ നിന്നുള്ളതായിരിക്കുന്ന സാമ്പത്തികം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു പങ്ക് ഈ കാസറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിലൂടെ ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട മട്ടക്കൽ MS ജോസ് സഹോദരൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഓയിപ്പുറം എബനേസർ ബ്രദറൻ സഭ ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. പ്രിയപ്പെട്ടവർ അതിൽ സംബന്ധിക്കുകയും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. രാവിലെ 10 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയും കൺവെൻഷൻ പന്തൽ വെച്ച് കൺവെൻഷൻ്റെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അതും സൗരസൗരന്മാർ പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വീണ്ടും നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാൻ ദൈവം ഒരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് അറിയിക്കുവാൻ മംഗലാപുരത്ത് കത്രവേലിലായിരിക്കുന്ന ബ്രദർ ജോസ് മാത്യു അവരുകൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ബിനു ശൗമേൽ പത്തനംതിട്ടയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. വചന ശുശ്രൂഷയ്ക്ക് ശേഷം PJ എബ്രഹാം സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതുമായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May all glory be unto God. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. It's once again a privilege for me also to be a part of this 109th Brethren Convention in Kumbanad. കുമ്പനാട് നടക്കുന്ന 109ാം കൺവെൻഷനിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. At the offset, I would like to thank the concerned brethren for giving me an opportunity like this. ഇങ്ങനെ ഒരു അവസരം നൽകിയതിൽ ഇതിന്റെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരോട് എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. May God continue to bless the time that we spend together here. ഇവിടെ നാം ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാനിടയാകട്ടെ. We were listening
to the word of God through the Lord's servant all this time. ഈ സമയത്ത് കർത്താവിന്റെ ദാസനിലൂടെ നാം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We have concluded hearing from him that it is the Lord Jesus alone who can save us from our sins. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശം അവസാനിപ്പിച്ചത്. May the words of this gospel continue to speak to our hearts. ഈ സുവിശേഷം വീണ്ടും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. This evening is having its own uniqueness. ഇന്ന് രാത്രിയിൽ അതിൻ്റെതായ അതുല്യതയുണ്ട്. Both the speakers are from Karnataka. രണ്ട് പ്രസംഗകരും കർണാടകയിൽ നിന്നുള്ളവരാണ്. I am from Mangalore and my brother is from Bangalore. അദ്ദേഹം ആദ്യം സംസാരിച്ച ആൾ ബാംഗ്ലൂരിൽ നിന്നും പ്രിയ സഹോദരൻ മാംഗ്ലൂരിൽ നിന്നുള്ള വ്യക്തിയാണ്. Just a letter difference. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം. Only difference is that I was brought up in Karnataka, so I am not very fluent to preach in Malayalam. പ്രിയ സഹോദരൻ ജനിച്ചു വളർന്നത് കർണാടകയിലാണ്, അതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കാനായിട്ട് വശമില്ല. But my brother has come to Karnataka and he has studied Kannada and he speaks fluently in Kannada too. പ്രിയ സഹോദരൻ കർണാടകയിൽ നിന്ന് വന്നതാണ്, എങ്കിൽ കന്നഡയും സംസാരിക്കാനായിട്ട് വശമുള്ള വ്യക്തിയാണ്. May God continue to use his servants in that land for his glory. ദൈവം തന്റെ ദാസനെ ആ സ്ഥലത്ത് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കട്ടെ. For a brief meditation this evening, I would like to invite your attention to the book of Philippians and chapter 2. ഇന്ന് രാത്രിയിലത്തെ വചന വിചിന്തനത്തിന് ആധാരമായിട്ട് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. Though I would like to dwell from verse 1 to 8 for our meditation this evening, initially we will read verse 5. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നതെങ്കിലും അതിന് 5-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. Let this mind be in you which was also in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Apostle Paul, while writing to the believers in Philippi, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവജനത്തിന് എഴുതുമ്പോൾ he is writing various truths which is needed for their spiritual encouragement. ആത്മീകമായിരിക്കുന്ന ഉത്തേജനത്തിന് ആവശ്യമായിരിക്കുന്ന അനേക സത്യങ്ങൾ താൻ ഇവിടെ എഴുതുന്നുണ്ട്. And one of the emphasis that Paul is giving is that these believers might become more like Christ day by day. ഒരു കാര്യം പൗലോസ് ഊന്നി പറയുന്നത് അവിടെയുള്ള വിശ്വാസികൾ കർത്താവിന്റെ ഭാവത്തിലേക്ക് വരണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. Especially in chapter 2, he is insisting that the major necessity is that the mind of Christ must be in the believers. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിൽ താൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികൾ കർത്താവിന്റെ മനസ്സുള്ളവരായിട്ട് തീരണം എന്നുള്ളതാണ്. And in these 8 verses we see several aspects of how one believer can be conformed to the mind of Christ has been explained by him. 8 വാക്യങ്ങളിൽ എങ്ങനെ ഒരു വിശ്വാസിക്ക് കർത്താവിന്റെ മനസ്സ് ഉള്ളവനായി തീരാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായിട്ട് താൻ എഴുതിയിരിക്കുന്നു. With this introduction, I would like to title this evening's message as the mind of Christ. ഇന്ന് ഈ മുഖവരിയോടുകൂടെ ഈ പ്രസംഗത്തിന് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട് ക്രിസ്തുവിന്റെ മനസ്സ് എന്നാണ്. When Paul says that the mind that was in Christ Jesus be in you, പൗലോസ് പറയുന്നു യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. a little before that in verse 2 and 3 he says different areas where our mind needs to be conformed to him. 2-3 വാക്യങ്ങളിൽ ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സുമായിട്ട് ഏകീഭവിക്കേണ്ടത് എന്ന് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. If you observe the phrases that have been used by Paul in verse 2 and 3, 2-3 വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന നാം ശ്രദ്ധിച്ചാൽ he uses certain phrases like this. അവിടെ ചില പ്രത്യേകമായിരിക്കുന്ന വാക്കുകൾ താൻ ഉപയോഗിക്കുന്നുണ്ട്. Be like-minded, ഏക മനസ്സ് ഉള്ളവരായിരിപ്പീൻ, be of the same love, ഏക സ്നേഹമുള്ളവരായിരിപ്പീൻ, be of one accord, ഐക്യമത്യപ്പെടുവീൻ, be of one mind, ഒരു മനസ്സുള്ളവരായിരിപ്പീൻ, have the lowliness of mind. ആ താഴ്മയുള്ളവരായിരിപ്പീൻ. There are at least 5 different phrases that Paul is using there. 5 പ്രത്യേക വാക്കുകൾ പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. Now if all these things have to come in a believer, ഈ കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ it is not a very easy thing to gain all these things, ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുക അത്ര സാധ്യമായ കാര്യമല്ല. because this has got to do with the mind. ഇത് എല്ലാം മനസ്സിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളാണ്. Especially he begins by saying be like-minded. ഒന്നാമതായിട്ട് ഏക മനസ്സിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. He also uses the phrase like one mind and one accord. അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഒരുമനപ്പെടുന്ന ഐക്യമത്യപ്പെടുക എന്നാണ്. We talk about Christ who is one single person, നാം ക്രിസ്തു എന്ന ഏക വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ but when Paul is writing to the believers there are many, എന്നാൽ പൗലോസ് വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പല കാര്യങ്ങളാണ് പറയുന്നത്. and no one knows what is in the mind of the other person. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള എന്താണെന്ന് മറ്റൊരു വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. We are all born and brought up in different contexts. വിവിധമായിരിക്കുന്ന പശ്ചാത്തലങ്ങളിലാണ് നാം ജനിച്ചു വളർന്നിട്ടുള്ളത്. We think in different ways. വിവിധ നിലകളിലാണ് നാം ചിന്തിക്കാറുള്ളത്. We have different way of looking at things. നമ്മൾ കാര്യങ്ങളെ വ്യത്യസ്ത നിലകളിലാണ് കാണാറുള്ളത്.
ചിന്തിക്കാറുള്ളത്? We perceive and look at things in different ways altogether. മൊത്തത്തിൽ നാം പല വിധത്തിലാണ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. Then how can these people of different varieties think alike? എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തരായ ആളുകൾക്ക് ഒരുമനപ്പെടുവാനായിട്ട് കഴിയുന്നത്? How can they be of one accord? എങ്ങനെയാണ് അവർക്ക് ഐക്യമത്യപ്പെടുവാൻ കഴിയുന്നത്? How can I and you be one mind, single minded? ഒരു മനസ്സ് എങ്ങനെ എനിക്കും നിങ്ങൾക്കുമായി തീരുവാൻ കഴിയും? Humanly speaking, this is impossible. മാനുഷികമായ നിലയിൽ ഇത് അസാധ്യമായ കാര്യമാണ്. God has not given me the ability to read what is in your mind. നിങ്ങളുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് കഴിവ് നൽകിയിട്ടില്ല. Or God has given the ability to you to read what is on my mind. എന്റെ മനസ്സിലുള്ള എന്താണെന്ന് വായിക്കാനുള്ള കഴിവും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടില്ല. Obviously, we need to thank God for that. അതുകൊണ്ട് നാം വാസ്തവത്തിൽ ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. Otherwise, many of us will not be able to face each other. അങ്ങനെയായിരുന്നെങ്കിൽ അനേകർക്ക് അന്യോന്യം കാണുവാൻ കഴിയുമായിരുന്നില്ല. Then how can we be like-minded? എങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരു മനസ്സുള്ളവരായിരിക്കാൻ കഴിയുന്നത്? Paul suggests one practical way how we can be like-minded. നമ്മൾ ഒരു മനസ്സുള്ളവരായിരിക്കാൻ കഴിയുന്ന ഒരു പ്രായോഗിക കാര്യത്തിലേക്ക് പൗലോസ് നമ്മെ കൊണ്ടുവരുന്നു. That is what he says in verse 5, which we read. അതാണ് 5-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. Let this mind be in you, which was also in Christ Jesus. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. We have the mind of Christ Jesus ruling in our heart. യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ Our minds will be united. നമ്മുടെ മനസ്സുകൾ യോജിപ്പിക്കപ്പെടും. Because when the Lord Jesus lives in our heart, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ it is not the physical body of the Lord Jesus that lives in a believer. യേശുക്രിസ്തു തന്റെ ശാരീരികമായ നിലയിലല്ല നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. It is the Spirit of God who lives in us. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. The same Spirit in me and in you. ആ ആത്മാവ് തന്നെയാണ് എന്നിലും നിങ്ങളിലുമുള്ളത്. The same Spirit that was in Paul and in the Philippian believers. ആ അതേ ആത്മാവ് തന്നെയാണ് പൗലോസിലും ഫിലിപ്പിയിലെ വിശ്വാസികളിലും ഉണ്ടായിരുന്നത്. But the same Spirit lives in every one of us. ഈ അതേ ആത്മാവ് തന്നെ എല്ലാ വിശ്വാസികളിലും വസിക്കുന്നു. And when each of us commit our minds and the control of our minds to Him, നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിനെ കർത്താവായ യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ He unites our mind. നമ്മുടെ മനസ്സുകൾ യോജിപ്പിക്കപ്പെടുന്നു. And we become like-minded. നമ്മൾ ഒരേ മനസ്സുള്ളവരായി തീരുന്നു. So therefore, what I want to obviously and initially emphasize here, ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഊന്നി പറയുന്ന കാര്യം, the only way that we can be like-minded നാം ഒരേ മനസ്സുള്ളവരായി തീരുവാൻ കഴിയുന്ന ഏക കാര്യം is bringing in the mind of Christ into us. ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായി തീരുക എന്നുള്ളതാണ്. Is yielding ourselves to the Christ who lives in us. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക. Now, how can I have the mind of Christ Jesus in me? എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മനസ്സ് എന്നിലായി തീരുവാൻ കഴിയുന്നത്? Well, first reason is we need to have a relationship with Him. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവുമായിട്ട് ഒരു ബന്ധം നമുക്കുണ്ടാകണം. And that is the gospel that you have been preaching here. അതാണ് ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. That is what my brother was preaching earlier. അതാണ് എന്റെ സഹോദരൻ ഇവിടെ പ്രസംഗിച്ചത്. That is what all the preachers are saying here. അതാണ് ഇവിടെ എല്ലാ പ്രസംഗകരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. We preach Christ the crucified. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. My beloved friend, whoever is listening to me this evening, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, you may be facing some problems with your thought pattern of your mind. നിങ്ങളുടെ ചിന്തയിൽ വിവിധങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം. You may be facing problem because people around you are not able to understand your mind. നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ താമസിക്കുന്നത്. We see divisions everywhere. എല്ലായിടത്തും നാം ഭിന്നത കണ്ടുകൊണ്ടിരിക്കുകയാണ്. Divisions in the families. കുടുംബങ്ങളിൽ ഭിന്നതയുണ്ട്. Divisions among the brethren. സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ട്. Divisions within the community. സമൂഹത്തിൽ ഭിന്നത നമ്മൾ കാണുന്നു. Divisions among the religion. ഇന്നത്തെ വിശ്വാസത്തിൽ നാം ഭിന്നത കാണുന്നു. Religious divisions. ഇന്ന് ഓരോ മതങ്ങൾ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Man is becoming a victim of this division. മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൻ ഇരയായിക്കൊണ്ടിരിക്കുന്നു. No power is able to unite them together. ഇതിനെ യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. No power is able to bring them together in their thought pattern. അവരുടെ ആ കാര്യങ്ങളെ ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തിയെയും കാണുവാൻ കഴിയുന്നില്ല. This evening I want to give that one remedy which God has given to mankind. എന്നാൽ മനുഷ്യവർഗത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു പരിഹാരത്തെ ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. You allow the Lord Jesus Christ into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ, if you allow the Christ crucified into your life, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, you will be able to think alike. നിങ്ങൾക്കും നിങ്ങളുടെ ഹൃദയം ജീവിക്കപ്പെടും. You will
start experiencing that peace of mind. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുവാൻ കഴിയും. By the way, whoever has been controlled by the Spirit of the Lord Jesus, ആരൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുവോ, whosoever mind is controlled like the mind of the Lord Jesus, യേശുക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട് ആരുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നുവോ, they have always become peace-loving people. അവർക്ക് എല്ലാവർക്കും സമാധാനമുണ്ട്. That is what the Lord Jesus Christ came and taught. അതാണ് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് നമ്മെ പഠിപ്പിച്ചത്. He already said that blessed are the peacemakers. കർത്താവ് തന്നെ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. The sole problem for the world that is facing today is the peace, is the division in them. ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭിന്നത എന്നുള്ളതാണ്. And the sole solution for that is the peace through the Lord Jesus Christ. എന്നാൽ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സമാധാനമാണ്. When we preach to the believers and say, let this mind which was in Christ Jesus be in you, ഇവിടെ പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. there is a friend of mine who is listening to this voice from anywhere. ഇവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, If you have not allowed the Lord Jesus into your heart so far, ഇതുവരെയും യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, try Jesus Christ in your life. യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. You will find a transformed way of thinking. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തയിൽ രൂപാന്തരപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകും. Your mind and mindset will be totally different. നിങ്ങളുടെ മനസ്സിന്റെ സ്ഥിതി ആകപ്പാടെ മാറുവാനിടയാകും. And Paul says here, let this mind that was in Christ Jesus be in you. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. And then he starts explaining what was his mind like. എന്താണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. 6 onwards he is bringing various factors what the mind of the Lord Jesus was. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവം എന്താണെന്നുള്ളത് വ്യത്യസ്തമായ നിലകളിൽ പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നു. In verse 6 he says like this. 6-ാം വാക്യത്തിൽ താൻ പറയുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. Being in the form of God. അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്. Now who is this Jesus Christ we are talking about? ഞങ്ങൾ സംസാരിക്കുന്ന യേശുക്രിസ്തു ആരാണ്? He is God in his form. അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്. When I say God in his form, അവൻ ദൈവരൂപത്തിലാണെന്ന് പറയുമ്പോൾ there are chances some may misunderstand this phrase that has been used there. ഈ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പ്രയോഗം ആളുകൾ വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. He is not an alternative form of God. ദൈവത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. He is God himself. അവൻ ദൈവം തന്നെയായിരുന്നു. If you want to know the form of God, ദൈവത്തിന്റെ ആ രൂപം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ that is Jesus Christ. അത് യേശുക്രിസ്തുവാണ്. Nothing beyond that. അതിനപ്പുറത്ത് മറ്റൊന്നില്ല. In the Gospels, when the Lord Jesus Christ was talking to the people, സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു ആളുകളോട് സംസാരിക്കുമ്പോൾ he often said, no one has seen God. യേശുക്രിസ്തു പറയുന്നു, ആരും ദൈവത്തെ കണ്ടിട്ടില്ല. No one has come to the Father. ആരും പിതാവിലേക്ക് വന്നിട്ടില്ല. But only through me. എന്നെ കൂടെ അല്ലാതെ. If you have seen me, എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ you have seen the Father. പിതാവിനെ നിങ്ങൾ കണ്ടിരിക്കുന്നു. If you have received me, നിങ്ങൾ എന്നെ സ്വീകരിച്ചാൽ you have received God. നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചിരിക്കുന്നു. Now he is the form of God. അവൻ ദൈവരൂപത്തിലിരിക്കെ That means he is God himself. അതിന്റെ അർത്ഥം അവൻ ദൈവം തന്നെയാകുന്നു. The Bible proclaims that Jesus Christ is absolute God. വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തു സമ്പൂർണ്ണമായ ദൈവമാണ്. That is so clear. അത് വളരെ വ്യക്തമാണ്. Some people think, well, he was not God. ചില ആളുകൾ ചിന്തിക്കുന്നത് അവൻ ദൈവമല്ല, He was having only a power of God in him. അവനിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Even some Christians think only after his baptism did the Holy Spirit come upon him. ചില ക്രിസ്ത്യാനികൾ വിചാരിക്കുന്ന അവന്റെ സ്നാനത്തിന് ശേഷമാണ് ആത്മാവ് അവന്റെ മേൽ വന്നത്. Some people think that he was only a prophet. ചില ആളുകൾ വിചാരിക്കുന്നത് അവനൊരു പ്രവാചകൻ മാത്രമാണെന്നാണ്. Many people have many ways of understanding the Lord Jesus Christ. യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യത്യസ്തമായ നിലകളിൽ ചിന്തിക്കുന്നതായ ആളുകളുണ്ട്. But the Bible itself says that he is God. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു അവൻ ദൈവമാണ്. If you turn with me to the book of Titus chapter 2 and verse 13, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് തിരിയുമ്പോൾ when Paul is talking about the Lord Jesus, he says like this: അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, a great God and Savior. അവൻ നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. He is referring to the Lord Jesus Christ there. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. He talks about him as the great God. അവൻ മഹാദൈവം എന്നാണ് പറയുന്നത്. There is only one God. That is what Paul taught. ആ പൗലോസ് ഒരു ദൈവത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. That is what the Bible teaches us. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. And he is a great God. അവൻ മഹാദൈവമാണ്. And Jesus Christ is that great God. ആ യേശുക്രിസ്തു തന്നെയാ മഹാദൈവം. Yes, beloved, I want to tell you this evening. പ്രിയപ്പെട്ട ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, There is only one God. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. There is only
one mediator between God and man. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരേ മധ്യസ്ഥനേ ഉള്ളൂ. And Jesus Christ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. He appeared in the human form. അവൻ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു. He is the only God. അവൻ മാത്രമാണ് ദൈവം. That is what the Bible proclaims. അതാണ് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത്. He is God himself. അവൻ ദൈവം തന്നെയാണ്. Even though he appeared in the human form, അവൻ മനുഷ്യരൂപത്തിൽ ലോകത്തിലേക്ക് വന്നുവെങ്കിലും his divine nature has not gone down in any way. അവന്റെ ദൈവ സ്വഭാവം അവനൊന്നും ഒരു കാലത്തും മാറിപ്പോയില്ല. The Lord Jesus whom we are speaking, ഞങ്ങൾ സംസാരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു he is God himself. അവൻ ദൈവം തന്നെയാണ്. And there are umpteen number of references in the scripture which proves this. ഇത് തെളിയിക്കപ്പെടുന്ന അനേക വേദഭാഗങ്ങൾ ബൈബിളിൽ ഉണ്ട്. His birth proves that he is God. അതെല്ലാം പറയുന്നവൻ ദൈവം തന്നെയാണ്. His birth proves that he is God. അവന്റെ ജനനം തെളിയിക്കുന്നവൻ ദൈവമാണ്. Beyond any doubt. അതിന് യാതൊരു സംശയവുമില്ല. That is a unique birth. അവന്റെ അതുല്യമായ ജനനമായിരുന്നു. There is no other human birth like the birth of the Lord Jesus. യേശുക്രിസ്തുവിനെ പോലെ ലോകത്തിൽ ജനിച്ച മറ്റൊരുവനില്ല. Conceived in a virgin. താൻ ഒരു കന്യകയിലാണ് ജനിച്ചത്. The way he was born. താൻ ജനിച്ച വിധം തന്നെ. Born of the Holy Spirit of God. ആത്മാവിനാൽ താൻ ഉരുവായി. Called as the Son of God. അവൻ മനുഷ്യ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. It is a unique way of birth. അവന്റെ ജനനം തന്നെ വളരെ അതുല്യമായിരുന്നു. He is God himself. അവൻ ദൈവം തന്നെയായിരുന്നു. All through his life. അവന്റെ ജീവിതത്തിലുടനീളം He was not just a miracle worker. അവനൊരു കേവലം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവൻ മാത്രമായിരുന്നില്ല. He was not just a magician. അവനൊരു മാജിക് കാണിക്കുന്നവനായിരുന്നില്ല. He is God himself. അവൻ ദൈവം തന്നെയായിരുന്നു. He is God himself. He has proved it to the world beyond any doubt. ഒരു സംശയം കൂടാതെ ലോകത്തിന് വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണ് അവൻ ദൈവമാണെന്ന്. Many magicians and miracle workers try to duplicate his works. മാജിക് കാണിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. The greatest work the Lord Jesus accomplished on the face of the earth. ഈ ലോകത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പൂർത്തീകരിച്ച ഏറ്റവും ഉന്നതമായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് Proving himself to be the God over life. നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവമാണെന്ന് തെളിയിച്ചു. He proved that he has the right to lay his life and to take his life back. ജീവനെ കൊടുക്കുവാനും ജീവനെ എടുക്കുവാനും അധികാരമുള്ളവനാണെന്ന് അവൻ തെളിയിച്ചു. His resurrection proves that he is God. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ ദൈവമാണെന്ന് തെളിയിക്കുന്നു. There are umpteen number of factors in the scriptures. അതുപോലെ തന്നെ അനേക കാര്യങ്ങൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. He is God. അവൻ ദൈവമാകുന്നു. Jesus Christ whom I am preaching, he is God himself. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ദൈവം മാത്രമാണ്. My friend who is listening to me this evening, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, if you are searching for true God, നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ, if you are running from pillar to post this evening, ഇന്ന് രാത്രി വിവിധമായിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ, word of God, the Bible gives you an ultimatum here. ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. There is a God. ഒരു ദൈവമുണ്ട്. The Lord Jesus അത് Christ കർത്താവായ യേശുക്രിസ്തുവാണ്. made himself available in a way that man can understand him. മനുഷ്യന് മനസ്സിലാകാവുന്ന നിലയിൽ അവന് വേണ്ടി വെളിപ്പെടുത്തി തന്ന ഒരു ദൈവം. Being in the form of God. അവൻ ദൈവരൂപത്തിലിരിക്കെ That is his natural position. അതവന്റെ സ്വാഭാവികമായിരിക്കുന്ന സ്ഥാനമാണ്. Nothing more or nothing less. അതിനേക്കാൾ കുറവോ അതിനേക്കാൾ കൂടുതലോ അല്ല. No beginning or no end. അതിന് ആരംഭവും അവസാനവുമില്ല. He is there for always. അവൻ എപ്പോഴും അവിടെ തന്നെയാണ്. Yesterday and today and forever he is the same. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. No other man is equivalent to that. അവനോട് തുല്യപ്പെടുത്തുവാൻ ഒരു മനുഷ്യനുമില്ല. That is why we say he is God. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ദൈവമാണ്. And when Paul is saying, let this mind be in you which was in Christ Jesus. പൗലോസ് പറയുന്നു ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. And then he explains he is God in his form. അവൻ ദൈവ രൂപത്തിലിരിക്കെ എന്ന് പറയുമ്പോൾ He talks about his natural position. അത് അവന്റെ സ്വാഭാവികമായ സ്ഥാനത്തെ കാണിക്കുന്നു. What has it got to do with our mind? നമ്മുടെ മനസ്സുമായിട്ട് എന്താണ് ദൈവത്തിന് ചെയ്യാനുള്ളത്? When you think of the Lord Jesus, നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ naturally he is God. അവൻ സ്വാഭാവികമായി ദൈവം തന്നെയാണ്. Not that he is made God. അവൻ ദൈവമാക്കപ്പെട്ടതല്ല. Not that he is anointed to be God. അവൻ ദൈവമായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനല്ല. Not that he is born to become a God. അവൻ ദൈവമാകാൻ വേണ്ടി ജനിച്ചവനല്ല. He is naturally God. അവൻ സ്വാഭാവികമായി ദൈവമാണ്. But when we think of ourselves, നാം നമ്മെ തന്നെ ചിന്തിക്കുമ്പോൾ of course we are not God. നമ്മള് വാസ്തവത്തിൽ ദൈവമല്ല. But God has given us something which is naturally in us. എന്നാൽ സ്വാഭാവികമായി ദൈവം നമ്മിൽ തന്ന ചില കാര്യങ്ങളുണ്ട്. Even if we think about our own position, നമ്മുടെ സ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ every one of us got a natural position that God has allowed him. ദൈവം അനുവദിച്ചിരിക്കുന്ന സ്വാഭാവികമായ ചില സ്ഥാനങ്ങൾ നമുക്കുണ്ട്.
ഉണ്ട്. In the human eyes, some may be great, some may be small. മാനുഷികമായ കണ്ണുകൾക്ക് മുമ്പിൽ ചിലർ വലിയവരും ചെറിയവരുമാകാം. Some may be privileged, some may be deprived. ചിലർക്കാണെങ്കിൽ ഒരുപാട് പദവികളുണ്ട്, ചിലർക്ക് അത് ഇല്ലാത്തവരാകാം. Some are educated, some are not educated. ചിലർ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാകാം. Some are honored, some are ignored. ചിലർ ആദരിക്കപ്പെട്ടവരും അനാദരിക്കപ്പെട്ടവരും ഉണ്ടാകാം. Many ways we look at the people. വിവിധ നിലകളിലാണ് നാം ആളുകളെ കാണാറുള്ളത്. God has allowed it in that way. ആ നിലയിൽ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. We have no grumbling, we have no complaint over that. അതിന് ഒരിക്കലും നാം പിറുപിറുക്കേണ്ട ആവശ്യമില്ല. That is what God naturally has allowed. ദൈവം അത് സ്വാഭാവികമായി നമ്മിൽ അനുവദിച്ചിട്ടുള്ളതാണ്. Look at what Paul is trying to say about the Lord Jesus. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്? Naturally he was God. സ്വാഭാവികമായി അവൻ ദൈവമാണ്. From there, where did he go? എന്നിട്ട് അവിടെ നിന്ന് എവിടേക്കാണ് അവൻ പോയത്? He was not exalting above that. അതിനേക്കാൾ താൻ ഉയരുകയായിരുന്നില്ല. Down when Paul says he was coming below that. അതിനേക്കാൾ താഴേക്ക് അവൻ വരികയായിരുന്നു. He was humbling himself down. അവൻ തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. When Paul says, let the mind of Christ be in you. ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് I പറയുമ്പോൾ, want to tell you, my beloved brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ പറയട്ടെ, from whatever naturally we are, we have to exhibit the mind of Christ. We have to humble ourselves down. നമുക്ക് യേശുക്രിസ്തുവിന്റെ മനസ്സ് പ്രദർശിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നാം താഴേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. Not exalting ourselves, നമ്മെ തന്നെ ഉയർത്തുകയല്ല, humbling ourselves. നമ്മെ തന്നെ താഴ്ത്തുകയാണ് The വേണ്ടത്. mind of Christ allowed him to come down from what he was naturally. ക്രിസ്തുയേശുവിന്റെ ഭാവം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ താഴേക്ക് കൊണ്ടുവരുന്നു. The Bible talks about a great severe sin which happened before the creation of man. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായ വലിയ പാപത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. Created angel Lucifer, ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു. who contemplated in his mind to go above what was naturally made out of him. അവന്റെ ഹൃദയത്തിൽ താൻ എവിടെയായി ഏത് സ്ഥാനത്തായിരുന്നോ സ്ഥാനത്തുനിന്ന് ഉയരുവാനുള്ള ഒരു ചിന്തയുണ്ടായി. He tried to go exalt himself higher than that. ദൈവത്തെക്കാൾ അധികം ഉയർത്തുവാൻ ശ്രമിച്ചു. And we know the history what happened there. അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള ചരിത്രം നമുക്കറിയാം. He was cast down. അവിടെ നിന്ന് അവൻ താഴേക്ക് തള്ളിയിടപ്പെട്ടു. Along with his entire host he was cast down. അവന്റെ സകല ദൂതന്മാരോടും ചേർത്ത് അവനെ തള്ളിക്കളഞ്ഞു. That is what happened to the proud people. അങ്ങനെയാണ് നിഗളമുള്ളവർക്ക് സംഭവിക്കുന്നത്. And that is a standing example. അത് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുകയാണ്. So as when Paul says, let the mind of Christ be in you, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ, let us always come down from what naturally we are. സ്വാഭാവികമായ ഏത് സ്ഥാനത്ത് നാം ആയിരിക്കുന്നോ സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അതിന്റെ അർത്ഥം. Paul is talking to a group of believers here. ഇവിടെ ഒരു കൂട്ടം വിശ്വാസികളോടാണ് പൗലോസ് സംസാരിക്കുന്നത്. We are supposed to become like Christ day by day. നാം ഓരോ ദിവസവും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നവരാണ്. The spiritual transformation has already taken place. ആത്മികമായിരിക്കുന്ന രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞു. We are complete in Christ. നാം ക്രിസ്തുവിൽ സമ്പൂർണ്ണരാണ്. Now we also have an anticipated future transformation. നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്, രൂപാന്തരപ്പെടുന്നതായിരിക്കുന്ന സ്ഥിതിവിശേഷം. That is at the coming of our Lord Jesus അത് Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിലാണ്. We have a bodily transformation. നമ്മുടെ ശരീരത്തിന്റെ ഒരു രൂപാന്തരം സംഭവിക്കും. But in between these, in the present time, എന്നാൽ ഈ കാലഘട്ടത്തിൽ we are going through a transformation. നാം ഒരു രൂപാന്തരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. That transformation is the transformation of our mind. അത് നമ്മുടെ മനസ്സിന്റെ രൂപാന്തരമാണ്. That is why Paul, when he writes to the Romans in chapter 12, he says, റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, in verse 2, 2-ാം വാക്യം, do not conform yourself to this world, but be transformed by the renewing of your mind. ലോകത്തിന് അനുരൂപമാകാതെ ക്രിസ്തുവിന്റെ മനസ്സിന് നാം അനുരൂപരാകണം. The only transformation that you and I can do today is the transformation of our mind. ഇന്ന് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുവാനുള്ള ആ രൂപാന്തരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ രൂപാന്തരമാണ്. Christ Jesus is the perfect example for that. അതിന് ഏറ്റവും പൂർണ്ണമായിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. Yes, he is God. അവൻ ദൈവമായിരുന്നു. He is God. അവൻ ദൈവമാണ്. It is that Christ whom we are preaching. ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. Secondly, രണ്ടാമതായിട്ട്, he did not consider equality with God. അവൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. Did not consider equality with God. അവൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. Now, even though we believe in one God, നാം ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും some people think we believe in three different gods. ചില ആളുകൾ നമ്മൾ 3 ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. They say there is no word like triune in the Bible. വേദപുസ്തകത്തിലെ ട്രയോൺ എന്നുള്ള വാക്ക്, ത്രിയേകം എന്നുള്ള വാക്കില്ല. So that is not a fact. അത് വസ്തുതയല്ല. Anyway, I also agree there is no word like triune in the Bible. ത്രിയേകം എന്നുള്ള വാക്ക് വേദപുസ്തകത്തില്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. But we want to say that
we have one God in three persons. എന്നാൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരു ദൈവത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. And that is very clear because the Bible talks about the Father, about the Son and the Holy Spirit. കാരണം വേദപുസ്തകം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ വ്യക്തമാക്കുന്നു. We understand from the Bible that these three factors, these three personalities are God. നാം വിശ്വസിക്കുന്നു ഈ ത്രീ വ്യക്തിത്വങ്ങളും ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ദൈവമാണ്. He becomes one God. അതൊരു ദൈവമാണ്. But in order for man to understand, we have developed a vocabulary. എന്നാൽ അത് മനുഷ്യന് മനസ്സിലാകുന്ന നിലയിൽ നാം ഒരു പദപ്രയോഗം, ഭാഷാപ്രയോഗം ഉണ്ടാക്കിയേ ഉള്ളൂ. That is all. അത് മാത്രമാണ്. People who know the word understand that. വേദപുസ്തകം അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. Now when you think about the person of God as the Godhead, ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ he is God 100%. അവൻ 100% ദൈവമാണ്. Now when Jesus Christ appeared here in this world in the human body, യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ Paul says when he writes to the Colossians, കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു. if you read Colossians chapter 1 and verse 19, ഒന്നാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം, for it pleased the Father that in all the fullness should dwell. അവനിൽ സർവസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിപ്പാനും. It pleased the Father അത് ദൈവത്തിന് പ്രസാദമായി that in him the fullness may dwell. അവന് സർവസമ്പൂർണ്ണതയും വസിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. If you take God the Father as the one person, നാം പിതാവായ ദൈവത്തെ നാം എടുക്കുമ്പോൾ, and you talk about God the Son, the Lord Jesus Christ as a person, കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിയായിട്ട് നാം എടുക്കുമ്പോൾ, it pleased the Father that the fullness of God may dwell in him, Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും വസിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. So this Jesus Christ who appeared in the body in the human form, കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു. he is God, he is equivalent to God, he is nothing less than God. അവൻ ദൈവമാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ്, അവൻ ദൈവരൂപത്തിലിരുന്നവനാണ്. The fact is here, ഇവിടുത്തെ വസ്തുത ഇതാണ്, even though he is God and equal to God, അവൻ ദൈവമായിരിക്കെ ദൈവത്തോട് സമത്വം ഉണ്ടായിരിക്കെ he did not consider equality with God, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. equality with the equal. സമത്വമുള്ളവനോട് സമത്വം പിടിച്ചില്ല. Even though he is equal to God, അവൻ ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. he did not cling on there forever. അവൻ എല്ലാ കാലത്തും അത് മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നില്ല. For a cause he came down. ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. He kept that aside for a while. കുറച്ച് സമയത്തേക്ക് അവനത് മാറ്റിവെച്ചു. He appeared in a body that man can see and understand him. മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ശരീരത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് വന്നു. Beloved, I want to tell you a factor here. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത ഞാൻ ഇവിടെ പറയട്ടെ. Just because he was born in the manger as a child, നാം ഈ ലോകത്തിൽ ഒരു കുഞ്ഞായിട്ട് ഒരു ജനിച്ചതുകൊണ്ട്, just because he grew up as an ordinary man among the common people, സാധാരണക്കാരുടെ അവനൊരു മനുഷ്യ കുഞ്ഞായിട്ട് ജനിച്ചു വളർന്നതുകൊണ്ട്, just because he was looking like any other ordinary Jewish boys, ഒരു സാധാരണ യഹൂദ കുട്ടിയെ പോലെ അവൻ ഈ ലോകത്തിൽ തോന്നിയെങ്കിലും, just because he allowed himself to be arrested by his own creation, തന്റെ സൃഷ്ടികളാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിലും, it does not mean that he is not equal to God. അതിന്റെ അർത്ഥം അവൻ ദൈവത്തോട് സമത്വമില്ലാത്തവനെന്നല്ല. He is equal to God. അവൻ ദൈവത്തോട് തുല്യതയുള്ളവനാണ്. He appeared in a humble form for our sake. എന്നാൽ നമുക്ക് വേണ്ടി അവൻ താഴ്മ ധരിച്ച് ലോകത്തിലേക്ക് വന്നു. So this Christ whom we are preaching, ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. this Christ is God himself. ആ ക്രിസ്തു ദൈവം തന്നെയാണ്. If at all he humbled himself, അവൻ തന്നെത്താൻ താഴ്ത്തിയെങ്കിലും, if at all he did not consider equality with the Father, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ലെങ്കിലും, why did he do that? എന്തിനു വേണ്ടിയാണ് അങ്ങനെ For ചെയ്തത്? your sake, നിങ്ങൾക്ക് വേണ്ടി, for our sake, നമുക്ക് വേണ്ടി, for the sake of the mankind, സകല മനുഷ്യവർഗത്തിന് വേണ്ടി, for the sake of the salvation of man. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. My friend who is listening to me this evening, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, if you don't have Jesus Christ in your life, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ, I want to tell you one truth here. ഇന്ന് രാത്രി ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. God did not consider equality with God. ദൈവം സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ Set that glory aside for a while. ആ മഹത്വം അല്പസമയത്തേക്ക് മാറ്റിവെച്ച് Appeared in the human form for your sake. നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരൂപത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. For the sake of the human being.
മനുഷ്യവർഗത്തിനു വേണ്ടി. He did not consider equality with God. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. And then Paul says, വീണ്ടും പൗലോസ് പറയുന്നു, let this mind be in you. ഈ ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. Let the mind of Christ be in you. യേശുക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. How can I apply that to my life? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത്? Equality with the equal. തുല്യതയുള്ളവരോട് തുല്യപ്പെടുത്തുക. Now when we think about our natural position, നമ്മുടെ സ്വാഭാവികമായ സ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, whatever God has given, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, man sometimes think we have a level that we are in. നമ്മൾ ഒരു തുല്യതയുള്ളവരാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. We would like to move around only with the people of that level. നമ്മൾക്ക് തുല്യരായ ആളുകളുമായിട്ടാണ് ഒരുമിച്ച് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത്. We don't want to mingle with the people who are not to that level. നമുക്ക് തുല്യരല്ലാത്ത ആളുകളുമായിട്ട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. This level problem has caused a lot of divisions also among the people. ഈ തുല്യതയാണ് ഇന്ന് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു ഭിന്നതയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. Sometimes it has become a curse among the people. ഇത് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഒരു ശാപമായി തീർന്നിരിക്കുന്നു. Now I want to tell you, ഞാൻ പറയട്ടെ, if the Lord Jesus was to keep up that equality of his personality, ദൈവം തന്റെ വ്യക്തിത്വത്തിൽ ആ തുല്യത സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, you and me would not have been saved today. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. You and me would not have known God today. ഞാനും നിങ്ങളും ദൈവത്തെ അറിയുകയില്ലായിരുന്നു. If God being a sinless God, ദൈവം പാപമില്ലാത്തവനാണ്. if he says that I will not die for a sinful man, ഞാൻ പാപിയായ മനുഷ്യന് വേണ്ടി മരിക്കില്ലെന്ന് പറഞ്ഞാൽ, because I want to keep up the equality with God, ഞാൻ ദൈവമായിട്ടുള്ള തുല്യത എനിക്ക് സൂക്ഷിക്കണം, I have nothing to do with sin. എനിക്ക് പാപമായിട്ടൊരു ബന്ധവുമില്ല. If that was the stand of God, അതായിരുന്നു ദൈവത്തിന്റെ തയ്യാറെടുപ്പെങ്കിൽ, if that was the stand of the Lord Jesus, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ദൈവം കൈവരിച്ചിരുന്നെങ്കിൽ, none of us would have been here today. ഇവിടെ നാം ഒരുത്തരും ഇന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. He did not consider equality with God. അവൻ ദൈവത്തോട് ഉള്ള തുല്യത അവൻ സൂക്ഷിച്ചില്ല. And when we transmit that mind of Jesus Christ into our lives, നമ്മുടെ ജീവിതത്തിലേക്ക് ആ യേശുക്രിസ്തുവിന്റെ മനുഷ്യനെ നാം പ്രായോഗികമാക്കുമ്പോൾ, God wants us to humble down further. നാം നമ്മെ തന്നെ താഴ്ത്തുവാൻ വളരെ ആവശ്യമുണ്ട്. Not trying to keep up the equality with the higher society. നമുക്ക് തുല്യരായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ആ ബന്ധം മാത്രം സൂക്ഷിക്കുകയല്ല, Rich with the rich alone. പണക്കാരുമായിട്ട് മാത്രം, Intellectuals with the intellectuals alone. ബുദ്ധിമാന്മാരുമായിട്ട് മാത്രം, Scholars with the scholars alone. വളരെ വിദ്യാഭ്യാസമുള്ളവർ അവരുമായിട്ട് മാത്രം. In the process, a group of people are downtrodden. അതിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകൾ താഴ്ത്തപ്പെടുകയാണ്. They become untouchable. അവരെ ആരും സ്പർശിക്കുന്നില്ല. They become outcasts. അവർ തഴയപ്പെട്ട ആളുകളാകുന്നു. That was not the mind of the Lord Jesus. അത് യേശുക്രിസ്തുവിന്റെ മനസ്സല്ല. He loved the human race. യേശുക്രിസ്തു ലോകത്തെ മുഴുവനും സ്നേഹിച്ചു. He loved the people so much. ഈ ലോകത്തിലെ സകല മനുഷ്യനെ താൻ സ്നേഹിച്ചു. That is the mind of the Lord Jesus. അതാണ് യേശുക്രിസ്തുവിന്റെ മനസ്സ്. Equality with the equal. തുല്യതയുള്ളവരുമായിട്ട് തുല്യപ്പെടുത്തുക. He did not consider equality with God. അവൻ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. He was willing to associate with anyone. അവൻ ആരുമായിട്ട് ബന്ധപ്പെടുവാൻ തയ്യാറായിരുന്നു. What was the type of people he was approaching? താൻ എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് താൻ ബന്ധപ്പെട്ടത്? The most downtrodden people of the society. സമൂഹത്തിൽ ഏറ്റവും തഴയപ്പെട്ട ആളുകളുമായിട്ട്. The people who are never accepted by the community. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത ആളുകളുമായിട്ട്. People who are sick, who nobody would come near them. അവരുടെ അടുക്കലേക്ക് ആരും ചെല്ലുവാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുമായിട്ട്. He wouldn't mind associating with them. അവരുമായിട്ട് ബന്ധപ്പെടുവാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. He would touch them. അവൻ അവരെ തൊട്ടു. He would provide unto them. അവർക്ക് അവൻ കൊടുത്തു. He would talk unto them. അവരോട് സംസാരിച്ചു. Women like the women of Samaria. ശമരിയക്കാരി സ്ത്രീ. And so many others like that. അങ്ങനെയുള്ള എത്രയോ ആളുകൾ. That was the Lord Jesus. അതായിരുന്നു യേശുക്രിസ്തു. And I want to tell you one thing today. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. Because God became man in the Lord Jesus Christ. ദൈവം മനുഷ്യനായിട്ട് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ, because he did not consider equality with God, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. Today there is a ray of hope of salvation for any downtrodden human being on the face of the earth. ഈ ലോകത്തിൽ സകല തഴയപ്പെട്ട ആളുകൾക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. My friend who is listening to me to these words of gospel, ഈ സുവിശേഷത്തിന്റെ സന്ദേശം രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, do you feel dejected in the world? ഈ ലോകത്തിൽ നിങ്ങൾ തടയപ്പെട്ട ആളുകളാണോ? Do you feel no one cares for me in this world? എന്നെ കരുതുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? Do you feel I have no ray of hope in my life? എന്റെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? Do you feel I have no way of salvation in life? എനിക്ക് രക്ഷയ്ക്കായിട്ട് ഒരു വഴിയുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Do you feel my
my community has outcast me. ഓ എന്റെ സമൂഹം എന്നെ പുറന്തള്ളി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? Here is a person, ഇവിടെ ഇതാ ഒരു വ്യക്തി, the greatest person, ഓ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, who in the form himself was God, അവൻ തന്റെ സ്വരൂപത്തിൽ അവൻ ദൈവമായിരുന്നു. without considering equality with God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാണെന്ന് വിചാരിക്കാതെ down to this world, അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. in search of the downtrodden. ആ തടയപ്പെട്ട നഷ്ടപ്പെട്ട ആളുകളെ തേടി. Would you come to him tonight? ഇന്ന് രാത്രി അവന്റെ അടുക്കലേക്ക് വരുമോ? Would you say, Lord, I want you tonight? കർത്താവേ, എനിക്ക് നിന്നെ വേണം എന്ന് രാത്രി പറയുമോ? I want this salvation. എനിക്ക് രക്ഷ വേണം. Yes, he is able to give. അവനിൽ വിശ്വസിക്കുമോ? And believers, വിശ്വാസികളെ, let this mind be in Christ Jesus. Let the mind of Christ Jesus be in you. ക്രിസ്തു യേശുവിന്റെ ഈ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. What is your heart for the people of the world? ഈ ലോകത്തിലെ ആളുകളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? Is our evangelism, is our gospel work restricted to only certain chosen communities? നമ്മുടെ സുവിശേഷീകരണം എന്ന് പറയുന്നത് നാം തിരഞ്ഞെടുത്ത കേവലം ചില സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? Only to one level of people whom we like? നാം ഇഷ്ടപ്പെടുന്നതായ ഒരു കൂട്ടം ആളുകളോട് മാത്രമാണോ ഏർപ്പെടുന്നത്? How about the people who are cast out there? അവിടെ തടയപ്പെട്ട ആളുകളുടെ സ്ഥിതി എന്താണ്? How about the people who are not accepted by anyone? ആരും അംഗീകരിക്കാത്ത ആളുകളുടെ സ്ഥിതി എന്താണ്? Our ego sometimes doesn't permit us to go to that level. നമ്മുടെ ആ ഐ എന്നുള്ള മനോഭാവം ഒരുപക്ഷെ അവിടേക്ക് പോകാൻ അനുവദിക്കുന്നില്ലായിരിക്കാം. Let this mind of Christ be in you. യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Yes, we should be prepared to go. നാം പോകാനായിട്ട് തയ്യാറെടുക്കണം. We should be willing to accept people as the Lord Jesus accepted. നമ്മുടെ കർത്താവ് അംഗീകരിച്ചവരെ അംഗീകരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. That is what he is talking about. അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. Thirdly, മൂന്നാമതായിട്ട് when we read about him, that he made himself of no reputation. അവൻ തന്നെത്താൻ ഒഴിച്ചു. In some of the English translation it says he emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു എന്നാണ് ചില ഇംഗ്ലീഷ് വേർഷനിൽ കാണുന്നത്. That is the true meaning of that. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. In other words, in some versions it says he made himself of no reputation. അവൻ അവന്റെ മാന്യത സൂക്ഷിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. And in some version it says he emptied himself. ചില വേർഷനിൽ അവൻ തന്നെത്താൻ ഒഴിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. If you put these two together, ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ he emptied all his reputation. അവന്റെ സകല മാന്യതയെ അവൻ മാറ്റിവെച്ചു. It is not that he was not honorable, അവൻ ആദരിക്കപ്പെടുന്നവനല്ല എന്നാണ് അതിന്റെ അർത്ഥം. but when he was here on the earth, അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ people called him as glutton. അവനെ ആളുകൾ തിന്നിയ എന്ന് വിളിച്ചു. People called him as demon possessed. അവനെ ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചു. People called him as blemishing God. അവനെ ദൈവദൂഷണം പറയുന്നവനെന്ന് വിളിച്ചു. Matthew's Gospel chapter 11 and verse 19 we read, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, Son of Man came eating and drinking, മനുഷ്യപുത്രൻ തിന്നും കുടിച്ചുകൊണ്ട് വന്നു. and you called him glutton and many other names. നീ തിന്നിയും കുടിയനുമായ മനുഷ്യനെന്ന് ആളുകൾ പറഞ്ഞു. He heard all these names, അവൻ ആ പേരുകളെല്ലാം കേട്ടു. but he did not cling on to his reputation. എന്നാൽ ആ മാന്യത അവൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നില്ല. All through his life, അവന്റെ ജീവിതത്തിലുടനീളം if there is a person who is worthy of any reputation, ആദരവിന് യോഗ്യനായ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ that was the Lord Jesus. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. But he did not keep up that reputation. ആ കീർത്തി, ആ മാന്യത അവൻ സൂക്ഷിച്ചില്ല. All through his life, അവന്റെ ജീവിതത്തിലുടനീളം people said he is associating with tax collectors and sinners. അവൻ ഇതാ പാപികളും ചുങ്കക്കാരുമായിട്ട് അവൻ ബന്ധപ്പെടുന്നു പറഞ്ഞു. When he was on the cross, അവൻ കാൽവരിയിലെ ക്രൂശിൽ he was marred beyond recognition. അവനിതാ ഏറ്റവും മോശമായ നിലയിൽ കാണുന്നു. Not even worthy to look that side. അവിടേക്ക് നോക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ നാം അവനെ കാണുന്നു. What is his reputation? എന്താണ് അവന്റെ മാന്യത? His reputation is far beyond man's understanding capacity. മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായ നിലയിലുള്ള കീർത്തിയുള്ളവനാണ് അവൻ. Isaiah talks about him in his book. യെശയ്യാ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. In the year King Uzziah passed away, ഉസിയാവ് മരിച്ചയാണ്ടിൽ I saw the Lord enthroned, ആ യെശയ്യാവ് കാണുന്ന മനോഹരമായ കാഴ്ച. and the angels with 6 wings each, ഇതാ സെറാഫുകൾ 6 ചിറകുകളുമായിട്ട്, covering their face with 2, covering their feet with 2, flying with 2, all the time shouting about his holiness. അവൻ മുഖം മൂടി കാലുകൾ മൂടി പറന്നു നടന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് പറയുന്നു. What was his reputation? എന്താണ് അവന്റെ മഹത്വം? That was his reputation. അതാണ് അവന്റെ കീർത്തി. Even the angels dare not
not look at his face, they covered their face. ദൈവത്തിന്റെ ദൂതന്മാർ പോലും അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം മുഖം മറച്ചാണ് നിൽക്കുന്നത്. When we go to some special places, ചില പ്രത്യേക സ്ഥാനങ്ങൾ നമ്മൾ പോകുമ്പോൾ we'll see the board, please leave your footwear outside. എടുത്ത് കാണും, നിങ്ങളുടെ ചെരുപ്പ് വെളിയിൽ ഇടുക. We went to a shop recently. കഴിഞ്ഞ ഒരു കടയിൽ പോയപ്പോൾ We saw, please remove your that footwear board there. അവിടെ ആ ചെരുപ്പ് വെളിയിൽ ഇടുക എന്നുള്ള ബോർഡ് കണ്ടു. So we removed our footwear and went inside. ഞങ്ങൾ ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് അകത്തേക്ക് കയറി. And then we came back when we were putting on our footwear. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് ചെരുപ്പിട്ടപ്പോൾ We were looking at that board. ആ ബോർഡ് കണ്ടു. Actually it was written, please do not remove your footwear. അവിടെ എഴുതിയിരുന്നത് വാസ്തവത്തില് ചെരുപ്പ് പുറത്തിടരുത് എന്നാണ്. That is another technique. അത് മറ്റൊരു നിലയിലുള്ള. Anyway, when you go to some reputed place, ചില മാന്യമായ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ please leave it out. Leave it out. അത് ചെരുപ്പ് വെളിയിലിടണം. Here are the angels who covered their feet. ഇവിടെ ദൂതന്മാർ അവരുടെ കാലുകൾ അവർ മറയ്ക്കുകയാണ്. Not ordinary human beings. സാധാരണ മനുഷ്യരല്ല. Not sinful angels. പാപമുള്ള ദൂതന്മാരല്ല. Even they were covering their feet and face. അവരവരുടെ മുഖവും അവരുടെ കാലും മറയ്ക്കുകയാണ്. His reputation is beyond our understanding. അവന്റെ കീർത്തി നമ്മുടെ ചിന്തകൾക്ക് എത്രയോ അതീതമാണ്. But the Bible says he emptied himself of all those reputations. എന്നാൽ നാം ദൈവത്തിൽ വായിക്കുന്നു, അവൻ തന്നെത്താൻ ഒഴിച്ചു. Sacrificing his own reputation. അവന്റെ മാന്യത അവൻ ത്യജിച്ച് വരുവാനിടയായി. Let this mind be in you which was also in Christ Jesus. യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. My dear brothers and sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, as believers in Christ, ക്രിസ്തുവിൽ ഉള്ളായിരിക്കുന്ന വിശ്വാസികളെ, how many times we take drastic steps to hurt one another in order to keep up our reputation. നമ്മുടെ മാന്യത സൂക്ഷിക്കുവാൻ എത്രയോ പ്രാവശ്യം മറ്റുള്ളവരെ നാം ത്യജിക്കാറുണ്ടായിരുന്നു. We don't care for one another. നമ്മൾ അന്യോന്യം കരുതാറില്ല. We don't care if you are divided. ഭിന്നത ഉണ്ടായാലും സ്ഥാനമില്ല എന്ന് വിചാരിക്കുന്നു. We don't mind whatever happens. എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെക്കുറിച്ച് For the ചിന്തിക്കുന്നില്ല. sake of our reputation, നമ്മുടെ മാന്യത സൂക്ഷിക്കാൻ we forget all the scriptural principle many a time. ദൈവത്തിന്റെ പ്രമാണങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു കളയുന്നു. If there is a Christian listening to me this evening, ഇന്ന് രാത്രി ഏതെങ്കിലും ക്രിസ്ത്യാനിയെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, if you are keeping up your reputation at the cost of the biblical principles, ദൈവത്തിന്റെ പ്രമാണങ്ങൾ കലുഷിതമായ മാന്യത സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ, I want to tell you one truth here. ഒരു സത്യം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. You are placing yourself above the Lord Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിന് മുകളിലായിട്ട് നിങ്ങളെ സ്ഥാനം വയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. The same sin what Lucifer did. ലൂസിഫർ ഉണ്ടായിരുന്നതേ പാപം തന്നെ. We have no business to put ourselves above what our master had. നമ്മുടെ യജമാനന്റെ മുകളിലായി ഭാവിക്കുവാൻ യാതൊരു അവകാശവും നമുക്കില്ല. Let the mind of the Lord Jesus be in you. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. Are we willing to say, Lord, I sacrifice my reputation for your glory? കർത്താവേ, നിന്റെ മഹത്വത്തിന് വേണ്ടി എന്റെ മാന്യത ത്യജിക്കാൻ തയ്യാറാണെന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? That is this Lord Jesus Christ. ക്രിസ്തുയേശുവിന്റെ ഭാവം. He emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. When we see that he emptied himself, അവൻ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ emptying means left with nothing. ഒന്നും ബാക്കി വെച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. He had loads when he was there in heaven. അവൻ സ്വർഗത്തിലായിരുന്നപ്പോൾ അവനെല്ലാം ഉണ്ടായിരുന്നു. But for the sake of mankind, എന്നാൽ മനുഷ്യവർഗത്തിന് വേണ്ടി he emptied himself. അവൻ എല്ലാം ഒഴിച്ചു. Nothing was retained. അവൻ ഒന്നും ബാക്കി വെച്ചില്ല. Finally, when he was on the cross, അവൻ കാൽവരിയിലെ ക്രൂശിലായിരുന്നപ്പോൾ he shouted and said like this, അവൻ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു, it is finished. എല്ലാം പൂർത്തിയായി. It is finished. സകലവും നിവൃത്തിയായി. Nothing more to be emptied. ഇനിയും ബാക്കി വെക്കുവാൻ ഒന്നുമില്ല. Even his life itself was emptied. അവന്റെ ജീവിതം പോലും അവൻ കളഞ്ഞു. My friend, that was for your sake. പ്രിയ സ്നേഹിതരെ, നിനക്ക് വേണ്ടിയായിരുന്നു. We are preaching Christ the crucified. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. For last 109 years, this is being preached here. കഴിഞ്ഞ 109 വർഷമായിട്ട് ഇതാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. We still continue to preach. വീണ്ടും അത് പ്രസംഗിക്കുകയാണ്. It is for your sake that he emptied himself. നിങ്ങൾക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഒഴിച്ചു. And let that mind come into us. ആ മനസ്സ് നമുക്കും ഉണ്ടായിരിക്കട്ടെ. That is when we become more like Christ. നാം ഓരോ ദിവസം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരാം. Fourthly, നാലാമതായിട്ട് he took the form of a servant. അവൻ ദാസരൂപമെടുത്തു. That's what we read there. അതാണ് നമ്മൾ വായിക്കുന്നത്. It says there, he took the form of a bond servant. അവൻ ഒരു അടിമ ദാസന്റെ രൂപമെടുത്തു എന്നാണ്. There is a difference between being a servant and a bond servant. ദാസനും അടിമ ദാസനും തമ്മിൽ വ്യത്യാസമുണ്ട്. Bond servant is a servant who has committed his life totally.
അടിമ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചതാണ്. We read the history about that in the Old Testament. I have no time to go there. പഴയ നിയമത്തിലെ ചരിത്രമണ്ഡലത്തിലേക്ക് പോകുവാൻ എനിക്ക് സമയം പോരാ. Even if the master says you are free to go from me now, യജമാനൻ പറയുകയാണ് നീ ഇവിടെ ഒന്ന് പോകുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാലും, the servant says I don't want to go, ഈ ദാസൻ പറയുക എനിക്ക് ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, I will be bound to you for the rest of my life. എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. That is just not a servant but beyond a servant. അത് ദാസനല്ല, ദാസനേക്കാൾ അപ്പുറമായിട്ട് ഒരു അടിമദാസൻ. That is what the Lord Jesus Christ became. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ആയി തീർന്നത്. Matthew's Gospel chapter 20 and verse 28. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ, The Son of Man came not to be served but to serve. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാൻ. He came to serve. അവൻ ശുശ്രൂഷിപ്പാനായിട്ട് വന്നതാണ്. Literally to be a servant. അവനൊരു ദാസന് തുല്യനായി തീർന്നു. I want to tell you, my beloved who is hearing me this evening, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, what was the purpose of the coming of the Lord Jesus? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? Not that he must be served by you. നമ്മളാൽ ശുശ്രൂഷ ഏൽക്കാൻ വേണ്ടി വന്നതല്ല, He came to serve you. അവൻ നമ്മെ ശുശ്രൂഷിക്കാൻ വന്നതാണ്. He came to serve the cause of your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. He lowered himself even to the level of a bond servant for that. ഒരു അടിമ ദാസൻ എന്ന നിലയിൽ അവൻ തന്നെത്താൻ താഴ്ത്തി. That is what the Lord Jesus did. അതാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തത്. For the salvation of mankind, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി there was a great requirement in heaven. ആ സ്വർഗത്തിൽ വലിയൊരു ആവശ്യമുണ്ടായി. God has his own law. ദൈവം തന്റെ സ്നേഹത്തിൽ Who will go and do that service? ആര് ഈ പ്രവൃത്തി ചെയ്യുമെന്ന് ചോദിച്ചു. Who will go for us is a question that the Bible is asking. വേദപുസ്തകം നമ്മൾ വായിക്കുന്നു, ആര് പോകും? The Lord Jesus Christ came. യേശുക്രിസ്തു വന്നു. He came. He completed that service that was needed for the salvation of man. രക്ഷയ്ക്ക് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ വലിയ പ്രവൃത്തി യേശുക്രിസ്തു തികച്ചു. I want to tell you here, ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. the Lord of Lords, കർത്താദി കർത്താവ്, the King of Kings, രാജാദി രാജാവ്, person in whom the fullness of God indwelt, ദൈവത്തിന്റെ രൂപം മുഴുവനും അവനിൽ വസിക്കുന്നത്, if he had to take the form of a bond servant, അവനൊരു അടിമദാസനായി ലോകത്തിലേക്ക് വന്നുവെങ്കിൽ, and when I realized it was for my sake, അത് എനിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ സമ്മതിക്കണം. how can I reject that? എനിക്ക് എങ്ങനെയാണ് ദൈവത്തെ ത്യജിക്കാൻ How കഴിയുന്നത്? can I say no to that? എങ്ങനെ എനിക്ക് നോ പറയാൻ കഴിയും? My friend, let me tell you once again, പ്രിയ സ്നേഹിതരെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, he became a bond servant for your sake. നിങ്ങൾക്ക് വേണ്ടി അവനൊരു അടിമദാസനായി തീർന്നു. He completed the requirement of the servant which was in the plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ആ ആവശ്യം ഒരു അടിമദാസൻ എന്ന നിലയിൽ അവൻ നിവൃത്തിയാക്കി. And when he completed that, അവനത് പൂർത്തീകരിച്ചപ്പോൾ God accepted that. ദൈവം അത് അംഗീകരിച്ചു. The way of your salvation is open today. മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷ തുറക്കപ്പെട്ടു. A service which no one else could accomplish. അത് മറ്റാർക്കും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. The Lord Jesus completed that. എന്നാൽ യേശുക്രിസ്തു അത് പൂർത്തീകരിച്ചു. He took the form of a bond servant. അവനൊരു അടിമദാസനായി തീർന്നു. And Paul says, let this mind be in you. പൗലോസ് പറയുന്നു, ആ ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. My dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, let that mind of servanthood be in us. ആ ക്രിസ്തുവിന്റെ ദാസ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. We try to be masters over others. നാം പലപ്പോഴും മറ്റുള്ളവരെ യജമാനാകാൻ ശ്രമിക്കുന്നവരാണ്. We want others to be as in our control. എല്ലാവരും നമ്മുടെ നിയന്ത്രണത്തിലാകണം നമ്മൾ ആഗ്രഹിക്കുന്നു. If someone doesn't serve us, we are unhappy about that. മറ്റുള്ളവരെ നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ നാം അതിൽ സന്തോഷിക്കുന്നില്ല. We create problems there because we are not served by others. നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്സില്ല, നമ്മളവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. Are we above the Lord Jesus? നാം യേശുക്രിസ്തുവിനേക്കാൾ മുകളിൽ ആഗ്രഹിക്കുന്നു. No, let this mind of Christ Jesus be in you. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. If we have to become more like Jesus Christ, നാം യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടുമ്പോൾ we want to be sure of this fact. നാം ഈ വസ്തുത മനസ്സിലാക്കിയിരിക്കണം. Yes, Lord, I am willing to be a servant. അതേ കർത്താവേ, ഞാൻ ഒരു ദാസനാകാൻ I am ആഗ്രഹിക്കുന്നു. willing to lower myself to the level of a bond servant for one another. ഞാൻ അന്യോന്യം ഒരു അടിമ ദാസൻ എന്ന നിലയിലേക്ക് താഴുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That mind should come and dominate our minds. ആ മനസ്സ് നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മുടെ മനസ്സിനെ പിടിക്കുവാനിടയാകും. When Peter writes to the leaders of the churches, സഭയ്ക്കുള്ള കത്ത് എഴുതുമ്പോൾ, especially to the shepherds, അതായത് മൂപ്പന്മാർക്ക് എഴുതുമ്പോൾ, he says not to lord over them but a willing service. അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ശുശ്രൂഷിക്കുന്നവരായിട്ട് തീരണം. I'm not applying it only to the elders here.
അവിടെയുള്ള മൂപ്പന്മാരോട് ഞാൻ പറയട്ടെ, I'm not applying only to the elders. ഞാൻ മൂപ്പന്മാരോട് മാത്രമായിട്ടല്ല പറയുന്നത്. Any Christians who are in the leadership of any Christian service, നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നതായ പ്രിയ സഹോദരന്മാരെ, we have no business to lord over others. മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ നമുക്ക് അവകാശമില്ല. The other person who is on the other end, ഒരു വ്യക്തി മറ്റേ അറ്റത്ത് നിൽക്കുമ്പോൾ, he is also equally loved by God as God loved you. ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ആ സഹോദരനെ സ്നേഹിക്കുന്നു. Christ Jesus died for him equally as he died for you. എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചതുപോലെ തന്നെ അവന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചതാണ്. You have no business to lord over them. അവരുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ യാതൊരു അവകാശവും നിനക്കില്ല. It is only a service. ഇത് ശുശ്രൂഷ മാത്രമാണ്. We are called to be servants, നമ്മളെ ദാസന്മാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, not to be the masters. നമ്മളെ യജമാന്മാരായിട്ടല്ല. Let this mind that was in Christ Jesus be in you. യേശുവിന്റെ ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. Fifthly, അഞ്ചാമതായിട്ട്, coming in the likeness of man. മനുഷ്യ സാദൃശ്യത്തിലായി. That's what we read there. അതാണ് നമ്മളിവിടെ He വായിക്കുന്നത്. came in the likeness of man. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നു. What does it mean when he came in the likeness of man? അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? We often say that, well, he is God and he is man. നമ്മൾ പറയാറുണ്ട് അവൻ ദൈവമാണ് മനുഷ്യനാണ്. In Hebrews chapter 4 and verse 15, എബ്രായലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ we see that he was tempted like us in everything, but there was no sin in him. നാം വായിക്കുന്നത്, അവൻ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. He was similar to us and tempted like us in everything, അവൻ എല്ലാത്തിലും പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. except for sin. പാപമൊഴികെ There is no sin in him. അവനിൽ പാപമില്ലായിരുന്നു. But he became like us in every other thing. എന്നാൽ മറ്റെല്ലാ കാര്യം നമുക്ക് തുല്യനായി തീർന്നു. When we think about our Lord Jesus Christ, നാം കർത്താവായ യേശുക്രിസ്തുവിനെ ചിന്തിക്കുമ്പോൾ, he is God. അവൻ ദൈവമാണ്. Fullness of God dwelt in him. അവനിൽ സകല ദൈവത്വവും ഏകരൂപമായി He is വസിക്കുന്നു. 100% God. അവൻ 100% ദൈവമാണ്. At the same time, when we learn about his humanity, എന്നാൽ അവന്റെ മനുഷ്യത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, he is man, അവൻ മനുഷ്യനാണ്, 100% man. 100% മനുഷ്യനാണ്. Perfect humanity resided, lived in him. അവനിൽ ആ മനുഷ്യത്വം സമ്പൂർണ്ണമായി വസിക്കുന്നു. But when we think of him as one person, നാം അവനെ ഒരു വ്യക്തിയായിട്ട് ചിന്തിക്കുമ്പോൾ, we cannot separate these two things and see as two different ഈ personalities. രണ്ട് കാര്യങ്ങളും അവനെ അടർത്തി മാറ്റി രണ്ട് വ്യക്തികളായിട്ട് കാണുവാൻ കഴിയില്ല. Morning, when you have your tumbler of coffee, രാവിലെ നാം ചായ കുടിക്കുമ്പോൾ there is milk and coffee mixed in that. പാലും വെള്ളം കൂടെ ചേർത്താണല്ലോ ഉണ്ടാക്കുന്നത്. Coffee and milk. കാപ്പിയും പാലും കൂടെ ചേർത്ത്. Now the color changes. It is neither the color of the milk nor the color of the coffee. അത് പാലിന്റെ കളറുമല്ല, കാപ്പിയുടെ കളറുമല്ല. Now whatever it is, എന്തുവായിരുന്നു കൊള്ളട്ടെ, when you hold this tumbler, ഈ ഗ്ലാസ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ you know there is milk and coffee in this. നമുക്കറിയാം അതിനകത്ത് പാലും കാപ്പിയും ഉണ്ട്. Now you cannot say from bottom to 1 inch there is milk and above that there is water. താഴെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് കാപ്പിയും അതിന്റെ മുകളിൽ പാലുമാണ്. No, you cannot say that. അങ്ങനെ പറയാൻ പറ്റുകയില്ല. You cannot bifurcate that. അങ്ങനെ നമുക്ക് രണ്ടും കൂടെ വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കാൻ It is പറ്റുകയില്ല. everywhere. അതാണ് എല്ലായിടത്തും. Any drop you take, ഏത് തുള്ളി എടുത്താലും there is milk in that, there is coffee in that. അതിനകത്ത് കാപ്പിയും പാലും ഉണ്ട്. Now I want to tell you, ഞാൻ പറയട്ടെ, you cannot separate Jesus Christ as a human being and attribute the human nature alone to him. യേശുക്രിസ്തുവിൽ മനുഷ്യത്വം മാത്രവും ആ സ്വഭാവവും മാത്രം കാണിക്കാനായിട്ട് പറ്റുകയില്ല. He is God. അവൻ ദൈവമാണ്. Every inch of his life there is God and man included. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളം ദൈവത്വവും മനുഷ്യത്വവും കൂടെ ഒന്നിച്ചു പോകുന്നു. But he became in the likeness of man. എന്നാൽ അവൻ മനുഷ്യ രൂപത്തിലായി തീർന്നു. If he was only man, അവൻ മനുഷ്യൻ മാത്രമാണെങ്കിൽ, if there was a human side of the Lord Jesus without his godly nature in him, അവനിൽ ദൈവത്തിന്റെ സ്വഭാവമില്ലാതെ മനുഷ്യത്വം മാത്രമാണുള്ളതെങ്കിൽ it was possible that he could have sinned. അവന് പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. But he was God. എന്നാൽ അവൻ ദൈവമാണ്. No moment he was without his Godhead. അവന് ദൈവത്വമില്ലാത്തൊരു നിമിഷം പോലും ഇല്ലായിരുന്നു. God and man. അവൻ ദൈവ മനുഷ്യനാണ്. But he appeared in the human body. എന്നാൽ മനുഷ്യ രൂപത്തിൽ അവൻ പ്രത്യക്ഷനായി. So that he is made available to us. കാരണം അവൻ നമ്മളോട് അവൻ തുല്യനായി തീർന്നു. Now what does it mean? എന്താണ് അതിന്റെ അർത്ഥം? He identified himself with the purpose for which he came. താൻ ഈ ലോകത്തിലേക്ക് വന്നതായ ആ കാരണത്തോട് ഏകീഭവിക്കുകയായിരുന്നു. Why did he come here? എന്തിനാണ് അവൻ ലോകത്തിലേക്ക് വന്നത്? Bible says he came to save the sinners. പാപികളെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. That means to save the human
human beings. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, In order to save the human being, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, in order to serve the human beings, ആ മനുഷ്യവർഗത്തെ ശുശ്രൂഷിക്കുവാൻ he identified himself totally with the human beings. അവൻ മനുഷ്യവർഗത്തോട് അവൻ ഏകീഭവിച്ചു. Now let me tell this. ഞാൻ ഇങ്ങനെ പറയട്ടെ, Paul says, let this mind of Jesus Christ be in you. പൗലോസ് പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. If you want to serve someone, നമുക്ക് ആരെങ്കിലും ശുശ്രൂഷിക്കണമെങ്കിൽ identify yourself with that. അതുമായിട്ട് നാം ഏകീഭവിക്കണം. You cannot stay in one level and think of doing the service for people on another level. ഒരു നിലയിൽ ചിന്തിച്ചുകൊണ്ട് മറ്റൊരു നിലയിലുള്ള ആളുകളെ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിയുകയില്ല. Jesus Christ did not sit in heaven and command our salvation. ദൈവം യേശുക്രിസ്തു സ്വർഗ്ഗത്തിലിരുന്നുകൊണ്ട് ഈ രക്ഷ അവൻ കൽപ്പിക്കുകയായിരുന്നില്ല. He identified himself with the human race. അവൻ മനുഷ്യവർഗത്തോട് അവൻ ഏകീഭവിച്ചു. My dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, are you going to serve one another? നാം അന്യോന്യം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? Are you going to the lost community of this world? ഈ ലോകത്തിലെ നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ അടുക്കിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. Identify yourself with them. അവരുമായിട്ട് ഏകീഭവിക്കുക. Then only you can win them. എങ്കിൽ മാത്രമേ അവരെ നേടുവാൻ കഴിയുകയുള്ളൂ. That is the life of Jesus Christ. അതായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം. That doesn't mean that you should live like them. അതിന്റെ അർത്ഥം നമ്മൾ അവരെ പോലെ ജീവിക്കണമെന്നല്ല. Not that you should do all the sin that they did. അവർ ചെയ്യുന്ന എല്ലാ പാപവും ചെയ്യണമെന്നല്ല. Jesus Christ identified himself with every downtrodden person. ഈ ലോകത്തെ തടയപ്പെട്ട എല്ലാ ആളുകളുമായിട്ട് അവൻ യേശുക്രിസ്തു ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ But he never sinned. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. Finally, sixthly, ആറാമതായിട്ട് let me just tell one more point and close here. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. He became obedient to death. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. Even to the death on the cross of Calvary. കാൽവറിയിലെ ക്രൂശിലെ മരണത്തോളം തന്നെ. The one who was on the throne. അവൻ സിംഹാസനത്തിരുന്നവനാണ്. The one who was being worshipped by the angels. ദൂതന്മാരുടെ ആദരം സ്വീകരിച്ചുകൊണ്ടിരുന്നവൻ. He came from heaven to earth. അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. He lived on the face of the earth. ഈ ഭൂമിയുടെ പരപ്പരവൻ ജീവിച്ചു. He was taken to the cross. അവൻ ക്രൂശിലേക്ക് എടുക്കപ്പെട്ടു. He died on the cross. അവൻ ക്രൂശിൽ മരിച്ചു. He died for the sake of man. മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ മരിച്ചു. That was his submission, his obedience to the will of God. അത് ദൈവഹിതത്തോടുള്ള അവന്റെ അനുസരണമായിരുന്നു. Because he himself said in John's Gospel chapter 4 and verse 34. യോഹന്നാന്റെ സുവിശേഷം 4-34 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, My food is to do the will of the one who sent me and to finish it. എന്നെ അയച്ചവനെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. The will of the one who sent the Lord Jesus Christ is the salvation of mankind. തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചവനെ ഇഷ്ടം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയായിരുന്നു. Your salvation and my salvation. നിങ്ങളുടെ രക്ഷ എന്റെ രക്ഷ. Jesus Christ finished it on the cross of Calvary. യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ അത് തികച്ചു. When he died on the cross of Calvary, കാൽവറിയിലെ ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ he shouted, it is finished. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, സകലം നിവൃത്തിയായി. He finished the work of the salvation for mankind. മനുഷ്യവർഗത്തിന്റെ രക്ഷ അവൻ സമ്പൂർണ്ണമായി നിവർത്തിച്ചു. That was the obedience to the will of the Father who sent him. തന്നെ അയച്ച ദൈവത്തിന്റെ ഹിതത്തെ സമ്പൂർണ്ണമായി അവൻ അനുസരിക്കുകയായിരുന്നു. Thus the will of God is fulfilled in the Lord Jesus. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു. I want to tell you, my friend, this evening, ഇന്ന് രാത്രി എന്റെ പ്രിയ സ്നേഹിതരോട് പറയട്ടെ, if you want to be saved tonight, ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണമെങ്കിൽ Jesus Christ has completed the work. യേശുക്രിസ്തു ആ പ്രവൃത്തി പൂർത്തിയാക്കി. He finished it on the cross of Calvary. കാൽവറിയിലെ ക്രൂശിൽ അവൻ നിവർത്തിയാക്കി. Would you come to him? അവന്റെ അടുക്കലേക്ക് വരുമോ? Would you surrender your life to him? നിങ്ങളുടെ ജീവിതത്തെ അവന് മുമ്പിൽ സമർപ്പിക്കുമോ? And Paul says there, പൗലോസ് ഇവിടെ പറയുന്നു, let this mind be in you which was in Christ Jesus. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. What was the mind of the Lord Jesus Christ there? യേശുക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു? He was willing, he was submissive to the will of the Father. ദൈവത്തിന്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ടു. Let this mind be in you. ആ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കും. Surrender yourself to the will of God. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. Submit yourself to the 100% will of God. ദൈവഹിതത്തിന് 100% സമർപ്പിക്കുക. Every believer must take a decision. I will go by the will of God in my life. ഓരോ വിശ്വാസി ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം, ഞാൻ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കും. Not going in my own way, എന്റെ വഴികളിലൂടെയല്ല, but living by the will of God. ദൈവഹിത പ്രകാരം. Yes, every one of us, let us surrender for that. ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. At the same time, അതേ സമയത്ത് തന്നെ let me once again say,
we must have the mind of Christ in us. ഞാൻ ഒരിക്കലും പറയട്ടെ, ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി തീരുക. Who being in the form of God, താൻ ദൈവരൂപത്തിലിരിക്കെ, who did not consider equality with God, സമത്വം മുറുകെ പിടിച്ചോളാണെന്ന് വിചാരിച്ചില്ല, made himself of no reputation, തന്റെ ആ മാന്യത താൻ സൂക്ഷിച്ചില്ല, who took the form of a bond servant, അവൻ ദാസരൂപമെടുത്തു, who came in the likeness of man, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി, who became obedient to the point of death. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. Lord Jesus Christ died on the cross of Calvary. യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. Tonight, as I close my words here, ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. I want to ask my friend, if you don't have Jesus Christ in your life, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഉണ്ടോ? if you have any doubt, why at all the Lord Jesus had to come and die on the cross? യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി മരിച്ചത്? That was for your salvation. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി. And that message is open to you even today. ഇന്നും ആ സന്ദേശം തുറന്നു കിടക്കുന്നു. We do not know when this will be closed. എന്നാണ് ഇത് അടയ്ക്കപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. Are you willing to surrender your life? നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ഒരുക്കമാണോ? There is anyone right from among you? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും just accept him, welcome him into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഒരുക്കമാണോ? If there is a friend of mine who is listening to me from somewhere else, എവിടെയെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും, if you are hearing this voice from this mic, ഈ മൈക്കിലൂടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, or you are listening to this message over the internet or the visual media, ഈ വിഷ്വൽ മീഡിയയിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, if you don't have the Lord Jesus in your life, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ, would you say, Lord Jesus, I surrender my life to you? കർത്താവോട് പറയുക, കർത്താവേ, എന്റെ ജീവിതത്തെ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. I am a sinner, I want a savior. കർത്താവേ, ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷിക്കപ്പെടണം. Come into my life. എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Make a decision today. എന്നൊരു തീരുമാനമെടുക്കുക. We as God's people, ദൈവ മക്കളായി ജീവിക്കുക. let the mind of Christ Jesus be in us. ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. May his name be glorified. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ വചനം ഇന്ന് രാത്രിയും കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി അടിമദാസനായി ഈ ഭൂമിയിൽ വന്നു എന്നുള്ള വലിയ സത്യം എത്രയോ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കർത്താവിനെ നമുക്ക് തന്ന പിതാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾക്ക് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആദ്യമേ നാം കേട്ടതുപോലെ എല്ലാ സൗകര്യങ്ങളും അനുകൂലമായിരുന്ന ആ രാജകുമാരൻ ആ സാഹചര്യങ്ങളെയൊക്കെയും നഷ്ടപ്പെടുത്തി ഏറ്റവും ശാപകരമായ ഒരു അന്ത്യത്തിലേക്ക് പോയത് നമ്മുടെ ജീവിതത്തിൽ ഒരു അപകട അറിയിപ്പായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിച്ച ഞങ്ങളുടെ കർത്താവ് ഒരു അടിമദാസനായിട്ട് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ സമ്പൂർണമായി നിവർത്തിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം ഇടയായതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം താഴ്ച അനുഭവിച്ച കർത്താവിനെ സമ്പൂർണമായിട്ട് അനുസരിപ്പാനും ആ കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങൾ നിറവേറ്റുവാനും മാത്രമല്ല കർത്താവിനെ ഞങ്ങൾ ലോകത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തുവാനും തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാലും വചനത്താലും ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ വചനം അതിന്റെ ശക്തിയിലും നിർമ്മലതയിലും ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ദാസന്മാരെ ശക്തീകരിച്ചതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേസമയം കേട്ട വചനത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾക്ക് ഞങ്ങൾ കൂട്ടാളികളായി തീർന്ന് ഞങ്ങളുടെ കർത്താവിനെ മഹിമപ്പെടുത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും മറ്റുള്ളവര് ആത്മീയ അഭിവൃദ്ധി പ്രാപിപ്പാനും തക്കവണ്ണം അവിടുത്തെ കൃപ തുടർന്നും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ സ്നേഹിച്ചവനായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന പിതാവ്, തന്നെത്താൻ ഒഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം അനുഭവിച്ചവനായ ഞങ്ങളുടെ കർത്താവ്, സാക്ഷാൽ ദൈവം, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, അവിടുത്തെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചതായ അവിടുത്തെ വചനം ഞങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ സംഗ്രഹിച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രയോജനമുള്ളവരായി, കർത്താവിനെ മഹിമപ്പെടുത്തുന്നവരായി, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിന്റെ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും അഭയയാചനകളും കേൾക്കുന്ന കർത്താവ് ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ആരെങ്കിലും ഈ ശബ്ദം കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ അവിടുന്ന് അംഗീകരിച്ച് ദൈവരാജ്യത്തെ അവകാശികളാക്കി തീർക്കുകയും ദൈവമക്കൾ എന്നുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുമല്ലോ. അതിന് അങ്ങനെ ഇതുവരെയും ആ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവര് ആ അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ. സകല സ്തുതിയും സ്തോത്രവും അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാരി നിന്നെ അലട്ടായ പൊന്മകനെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്?
വൈഷമ്യമാ മേടുകളിൽ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? വൈഷമ്യമാ മേടുകളിൽ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിന്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനം അത് പാടി സ്തുതിക്കുവാൻ വൃത്തടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? സ്വാതന്ത്ര്യം നമോ Presented by BrethrenNews.com.